വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ എന്ന വർക്കാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാർപ്പ് ഓഫ് ഇന്ത്യ എന്നുള്ളത് ഒരു ബ്യൂട്ടിഫുൾ സോണറ്റാണ്, റിട്ടൺ ബൈ ഇന്ത്യാസ് ഫസ്റ്റ് പാട്രിയോട്ടിക് പോയറ്റ് ഇൻ ഇംഗ്ലീഷ്. ഇന്ത്യൻ്റെ ഫസ്റ്റ് പാട്രിയോട്ടിക് പോയറ്റ്, ഇംഗ്ലീഷിലെ ഫസ്റ്റ് പാട്രിയോട്ടിക് പോയറ്റായ ഹെൻറി ലൂയിസ് വിവിയൻ ഡെറാസിയോ എന്ന റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സോണറ്റാണ് ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ എന്നുള്ളത്. ഡെറാസിയോ ഷോഡ് ഹിസ് കോർണർ ഓവർ ഫോർഗട്ടൺ ആൻഡ് ഐസൊലേറ്റഡ് ഇന്ത്യൻ കൾച്ചർ, ആർട്ട് ആൻഡ് ലിറ്റററി യെസ്. ഡെറാസിയോ ഈ ഒരു വർക്കിൽ ഷോ ചെയ്യുന്നുള്ളത് ഹിസ് കൺസേൺ ഓവർ ഫോർഗറ്റ് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ കൾച്ചറിനെയും ആർട്ടിനെയും ലിറ്ററേച്ചറിനെ പറ്റിയിട്ടാണ്. ഈ ഒരു പോയം ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1837 ഹാർപ്പ് ഓഫ് ഇന്ത്യ എന്നുള്ളത് സിഗ്നിഫൈ ചെയ്യുന്നുള്ളത് എ പവർഫുൾ പാട്രിയോട്ടിക് ഫീലിംഗ് ഓഫ് എ നേറ്റീവ് ടുവേർഡ്സ് ഹിസ് കൺട്രി ഹു ഈസ് ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്സ് കൾച്ചറൽ റിച്ച്നെസ് ദാറ്റ് യൂസ് ടു ബി ഫേമസ് വേൾഡ് വൈഡ്. ഈ ഒരു പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത് ഹാർപ്പ് എന്നുള്ളത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, presented in Louisy condition. Its strings were cut and no one were interested in anymore. ഈ ഒരു പോയം എന്നുള്ളത് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത് ദ ഗ്ലോറിയസ് പാസ്റ്റ് ഓഫ് ഇന്ത്യ ആൻഡ് മോൺസ് ഓവർ ഇറ്റ്സ് ലോസ് ബിക്കോസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ കാരണമായിട്ടുള്ള ആ ഒരു ലോസും അതുപോലെ തന്നെ ഇന്ത്യൻ്റെ പാസ്റ്റ് ഗ്ലോറിയസ് ഒക്കെയാണ് ഈ ഒരു പോയം സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത്. പോയറ്റ് ഹാർപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ഫോർ ദ ഇന്ത്യൻ പോയറ്റ്സ് ഹു വർ ഏർലിയർ ഫേമസ് ബട്ട് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. ഈ ഒരു ഹാർപ്പ് എന്നുള്ളത് ഇന്ത്യൻ പോയറ്റ്സ് സിമ്പിൾ ചെയ്യുന്നുള്ളത് പോയറ്റ്സിനെയാണ്. ആ ഒരു പോയറ്റ്സ് എന്നുള്ളത് ബ്രിട്ടീഷ് റൂളിൻ്റെ കീഴിലായിരുന്നു ഫേമസ് ആയിട്ടുള്ള ആ ഒരു പോയറ്റ്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഹാർപ്പ് എന്നത് സിമ്പിൾ ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബ്രിട്ടീഷ് റൂളിന് കീഴിലുണ്ടായിട്ടുള്ള ആ ഒരു ഫേമസ് ആയിട്ടുള്ള പോയറ്റ്സ് എന്നുള്ളത് ദേ ആർ സഫറിങ്, അവർ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പോയറ്റ്സിനെയാണ് ഇവിടെ ഹാർപ്പ് എന്ന ആ ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർക്ക് എന്നുള്ളത് ലാമൻസ് ദ ലോസ് ഓഫ് ഇന്ത്യാസ് ഗ്ലോറി, ഇന്ത്യയുടെ ആ ഒരു ഗ്ലോറി നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ലാമൻസ് വിലപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സബ്ജുക്കേഷൻ ഓഫ് ഇറ്റ്സ് പീപ്പിൾ അണ്ടർ ബ്രിട്ടീഷ് റൂളിന് കീഴിലുള്ള ആ പീപ്പിളിൻ്റെ കീഴ്പ്പെടൽ എന്നുള്ളത്, സബ്ജുക്കേഷൻ മീൻസ് കീഴ്പ്പെടൽ, ഇതൊക്കെ ഓർത്തിട്ട് ലാമൻസ് ചെയ്യുന്നുണ്ട്, വിലപിക്കുന്നുണ്ട് എന്നാണ് പറയുന്നുള്ളത്. ഈ ഒരു ലോസ് ഓഫ് ഇന്ത്യാസ് ഗ്ലോറിയും അതുപോലെ തന്നെ സബ്ജുക്കേഷൻ ഓഫ് ഇറ്റ്സ് പീപ്പിൾ അണ്ടർ ബ്രിട്ടീഷ് റൂളും കമ്പയർ ചെയ്യുന്നുള്ളത് ഇന്ത്യാസ് സൈലൻസ്ഡ് ട്രഡീഷൻ ടു എ നെഗ്ലക്റ്റഡ് ഹാർപ്പ് ഓൺ എ വിതേർഡ് ബഫ്. വിതേർഡ് ബഫ് പറഞ്ഞാൽ വാടിയ കൊമ്പ്, ഹാർപ്പിൻ്റെ ആ ഒരു വാടിയ കൊമ്പുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. The poem begins with the poet expressing sorrow over the decline of India's rich cultural heritage. ഇന്ത്യൻ്റെ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഡിക്ലൈൻ ആയത് ഓർത്തുള്ള ആ ഒരു സങ്കടം എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ് പോയം ബിഗിൻ ചെയ്യുന്നുള്ളത്. വിച്ച് ഹി ലൈക്കൻസ് ടു എ ഹാർപ്പ് ദാറ്റ് ഈസ് അൺസ്ട്രങ് ആൻഡ് മ്യൂട്ട് ഓൺ എ വിതേർഡ് ബഫ്. ദ ഇമാജറി കൺവേസ് ദ ഐഡിയ ദാറ്റ് ഇന്ത്യാസ് വൈബ്രൻറ്റ് പാസ്റ്റ് ഹാസ് ബീൻ സൈലൻസ്ഡ് ആൻഡ് ഫോർഗട്ടൺ. ഈ ഒരു ഇമാജറി അൺസ്ട്രങ്, മ്യൂട്ട്, വിതേർഡ് ബഫ് എന്നുള്ള ആ ഒരു ഇമാജറി കൺവേ ചെയ്യുന്നുള്ള ഐഡിയ എന്നുള്ളത് ഇന്ത്യൻ്റെ വൈബ്രൻറ്റ് പാസ്റ്റ് എന്നുള്ളത് സൈലൻസ്ഡ് ആയിരുന്നു, അതുപോലെ തന്നെ ഫോർഗട്ടൺ ആയിരുന്നു എന്ന ഐഡിയ ആണ് കൺവേ ചെയ്യുന്നുള്ളത് ഈ ഒരു ഇമാജറിയൊക്കെ. വിതേർഡ് ബഫ് ആസ് എ മെറ്റഫർ, വിതേർഡ് ബഫ് സിംബലൈസ് ചെയ്യുന്നുള്ളത് മിസറബിൾ കണ്ടീഷൻ ഓഫ് ഇന്ത്യ അണ്ടർ ഫോറിൻ റൂളിന് കീഴിലുള്ള ഇന്ത്യയുടെ മിസറബിൾ കണ്ടീഷൻ, ദുരിതമായ കണ്ടീഷനെ സിംബലൈസ് ചെയ്യാണ് ഈ ഒരു വിതേർഡ് ബഫ് എന്നുള്ളത്. കോൺട്രാസ്റ്റിംഗ് വിത്ത് ദ ഇമേജ് ഓഫ് ഇന്ത്യ ആസ് ആൻ എവർഗ്രീൻ ഫ്ലവർ ദാറ്റ് വൺസ് ബ്ലൂംഡ് ഓൺ ആൻ എവർഗ്രീൻ ബഫ്. എവർഗ്രീൻ ബഫിൽ ബ്ലൂം ചെയ്തിരുന്ന ഒരു എവർഗ്രീൻ ഫ്ലവർ ആയിരുന്നു ഇന്ത്യയുടെ ഇമേജ് എന്നാണ് കോൺട്രാസ്റ്റ് ചെയ്യുന്നുള്ളത്. ഈ ഒരു പോയം ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത് ദ ലോസ് ഓഫ് ഫ്രീഡം അതുപോലെ തന്നെ ഒപ്രഷൻ ഫേസ്ഡ് ബൈ ഇന്ത്യൻസ് അണ്ടർ ബ്രിട്ടീഷ് റൂളിന് കീഴിൽ ഇന്ത്യ ഫേസ് ചെയ്തിട്ടുള്ള ഒപ്രഷനും ലോസ് ഓഫ് ഫ്രീഡം ഒക്കെയാണ് ഈ ഒരു പോയം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. വിത്ത് ദ പോയറ്റ് എക്സ്പ്രസിങ് ഹിസ് ഹട്രഡ് ഫോർ ദ ആക്ഷൻസ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ. ഇന്ത്യയിലത്തെ ജനങ്ങൾ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വർക്ക് ആർഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പീരിയലിസത്തിന് എതിരായിട്ട് യൂണിറ്റി റെസിസ്റ്റൻസ് ഒക്കെ റെവല്യൂഷണറി സ്പിരിറ്റ് എവിഡൻ്റ് ആണ് എന്ന കാര്യം ഡെറോസിയോ ഈ ഒരു വർക്കിലൂടെ പറയുന്നുണ്ട്. ഡെറോസിയോസ് ലവ് ഫോർ ഹിസ് കൺട്രി ആൻഡ് ഹിസ് റെവല്യൂഷണറി സ്പിരിറ്റ് ആർ എവിഡൻറ്റ് ഇൻ ദ പോയം. ഈ ഒരു പോയത്തിൽ ഡെറോസിയോൻ്റെ കൺട്രിയോടുള്ള സ്നേഹവും അതുപോലെ തന്നെ റെവല്യൂഷണറി സ്പിരിറ്റും എവിഡൻ്റ് ആണ്. പ്ലേസിങ് ഹിം അമംഗ് ദ റൊമാൻറ്റിക് പോയറ്റ്സ് ഹു വർ ഇൻസ്പയർഡ് ബൈ ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് പോയറ്റ്സും ഇവരുടെ ഇടയിലുണ്ട്. ഈ ഒരു വർക്കിൽ ഡെറോസിയോ എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് എന്നുള്ളത് നൊസ്റ്റാൾജിയ ഫോർ ഇന്ത്യാസ് പാസ്റ്റ് ഗ്ലോറി. ഇന്ത്യൻ്റെ പാസ്റ്റ് ഗ്ലോറീൻ്റെ ആ ഒരു നൊസ്റ്റാൾജിയ എന്ന തീം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാമെൻറ്റിങ് ദ ലോസ് ഓഫ് ഇറ്റ്സ് ആർട്ടിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ട്രഡീഷൻസ്. ഈ ഒരു ഇന്ത്യൻ്റെ ആർട്ടിസ്റ്റിക്കും കൾച്ചറൽ ട്രഡീഷൻസും നഷ്ടപ്പെട്ടത് എന്നോർത്തിട്ട് വിലപിക്കുന്നുണ്ട്. ആ ഒരു തീം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഏണിംഗ് ഫോർ എ റിവൈവൽ ഓഫ് ഇറ്റ്സ് ഫോമർ ഗ്രേറ്റ്നെസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിന് കീഴിലുള്ള ആ ഒരു ഫോമർ ഗ്രേറ്റ്നെസ് റിവൈവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊതിക്കുന്നുണ്ട്. ഹെർസ് മോർ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദ പോയംസ് തീംസ് നോസ്റ്റാൾജിയ ആൻഡ് ലോസ് ഓഫ് പാസ്റ്റ് ഗ്ലോറി. ഈ ഒരു പോയം എക്സ്പ്രസ് ചെയ്യുന്നുള്ളത് ഡീപ്പ് സെൻസ് ഓഫ് ലോങ്ങിങ് ഫോർ ഇന്ത്യാസ് റിച്ച് ആർട്ടിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് വിച്ച് ഈസ് പേഴ്സണിഫൈഡ് ആസ് ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ. The harp, once a symbol of beauty and harmony, is now depicted as abandoned and unstrung, representing the decline of Indian music and culture. ഈ ഒരു പോയം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഓതേഴ്സ് ഫ്രസ്ട്രേഷൻ ആൻഡ് സെൻസ് ഓഫ് ലോസ് at the state of his country under British rule, lamenting the suppression of Indian culture and the loss of freedom. ലോസ് ഓഫ് ഫ്രീഡവും ഇന്ത്യൻ കൾച്ചറിൻ്റെ ആ ഒരു സപ്രഷനൊക്കെ അതിനൊക്കെ പറ്റിയിട്ട് വിലപിക്കുന്നുണ്ട്. ദ വിതേർഡ് ബഫ് ആൻഡ് ദ ലീഫ്ലെസ് ട്രീ സിംബലൈസ് ചെയ്യുന്നുള്ളത് ഡിസ്ലൈറ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദ അൺസ്ട്രങ് ഹാപ്പ് റിപ്രസെൻറ്റ് ദ സൈലൻസ്ഡ് വോയിസ് ഓഫ് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ. വിതേർഡ് ബഫും ലീഫ്ലെസ് ട്രീയും സിംബലൈസ് ചെയ്യുന്നുള്ളത് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയുടെ ആ ഒരു ഡിസൊലേറ്റ് എന്നുള്ളത്, വിജനമാകുക എന്നുള്ളത്. അതുപോലെ തന്നെ അൺസ്ട്രങ് ഹാർപ്പ് എന്നുള്ളത് റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് സൈലൻസ്ഡ് വോയിസ് ഓഫ് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ. ഇനി പറയുന്നുള്ളത് ഏണിംഗ് ഫോർ റിവൈവൽ ആൻഡ് ഫ്രീഡം. ഡെസ്പൈറ്റ് ദ ലാമൻ ദ പോയം ഓൾസോ എക്സ്പ്രസ് എ സ്ട്രോങ് ഹോപ്പ് ഫോർ ദ റിവൈവൽ ഓഫ് ഇന്ത്യാസ് പാസ്റ്റ് ഗ്ലോറി. ഇന്ത്യയുടെ ഈ ഒരു പാസ്റ്റ് ഗ്ലോറി റിവൈവൽ എന്നുള്ളത് ഒരു സ്ട്രോങ് ഹോപ്പായിട്ടാണ് ഈ ഒരു പോയത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നുള്ളത്. ആൻഡ് എ ഏണിംഗ് ഫോർ ഫ്രീഡം ഫ്രം കൊളോണിയൽ ഒപ്രഷനിൽ നിന്നുള്ള ആ ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഏണിംഗ് ഒക്കെ ഈ ഒരു പോയത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ദ പോയറ്റ് എൻവിഷൻസ് എ ഫ്യൂച്ചർ വേർ ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ വിൽ വൺസ് അഗെയിൻ ബി പ്ലേഡ് ആൻഡ് ഇറ്റ്സ് മ്യൂസിക് വിൽ ബി ഹേർഡ്. ഈ ഒരു പോയം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എ സ്ട്രോങ് സെൻസ് ഓഫ് പാട്രിയോട്ടിസം ആൻഡ് നാഷണലിസം ആസ് ഡെറോസിയോ എക്സ്പ്രസസ് ഹിസ് ലവ് ഫോർ ഹിസ് കൺട്രി ആൻഡ് ഹിസ് ഡിസയർ ടു സീ ഇറ്റ് റിഗൈൻ ഇറ്റ്സ് ഫോമർ ഗ്രിയേറ്റ്നെസ്. ഈ ഒരു ഡെറോസിയോ എക്സ്പ്രസ് ചെയ്യുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺട്രീനോടുള്ള സ്നേഹവും അതുപോലെ തന്നെ ഫോമർ ഗ്രിയേറ്റ്നെസ് റിഗൈൻ ചെയ്ത് കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഹി റൈറ്റ്സ് ഓഫ് ദ പാസ്റ്റ് ഗ്ലോറി ഓഫ് ഇന്ത്യ ആൻഡ് ഹൗ ദ കൺട്രി ദാറ്റ് വാസ് വൺസ് വേർഷിപ്പ്ഡ് ആസ് എ ഡേറ്റി ഹാസ് ബീൻ ചെയിൻഡ് ഡൗൺ ടു ദ ലോവസ്റ്റ് ഡെപ്ത്. അപ്പോൾ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക.